സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു അത്ഭുത കാഴ്ച കാണിക്കാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഞങ്ങളുടെ സാബുച്ചാൻ്റെയും സുമ്മയമ്മയുടെ വീട്ടിലാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ 2 ബൈബിള് കണ്ടു. ഒന്ന് പുതിയ നിയമവും പഴയ നിയമവും ചേർന്ന 2 ബൈബിള്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു ബൈബിളിന് എന്താ ഇത്ര പ്രത്യേകത എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ ഈ 2 ബൈബിളും കൈയെഴുത്ത് പ്രതിയാണ്. ഇത് രണ്ടും എഴുതിയത് പ്രിയ സുമയമ്മയാണ്. ഞാൻ നിങ്ങളെ പുതിയ നിയമം കാണിക്കാം. ഇതാണ് അമ്മാമ ആദ്യം എഴുതിയ ബൈബിൾ. ഇത് കോവിഡിന്റെ സമയത്ത് ഏകദേശം 74 ദിവസം എടുത്ത് എഴുതിയ ബൈബിളാണ്. സുവിശേഷങ്ങളും അതുപോലെ അപ്പോസ്തല പ്രവൃത്തികള്, ലേഖനങ്ങളെല്ലാം ചേർന്ന വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളടങ്ങിയ പുതിയ നിയമം അമ്മാമ 74 ദിവസം എടുത്ത് ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതി. എനിക്കിത് ഭയങ്കര അതിശയമായിട്ടാണ് തോന്നിയത് കേട്ടോ. കാരണം അതൊരു മനുഷ്യൻ എങ്ങനെ സാധിക്കുമെന്ന് ഞാൻ അതിശയിച്ചു പോയി. പക്ഷെ അമ്മാമ അത് പൂർത്തീകരിച്ചു. അതിനുശേഷം അതിനേക്കാളും വലിയൊരു അതിശയം 2022 ഏകദേശം 340-ലധികം ദിവസങ്ങളെടുത്ത്, ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് എടുത്തില്ല, പഴയ നിയമവും പുതിയ നിയമവും ചേർന്ന് 66 പുസ്തകങ്ങൾ അമ്മാമ എഴുതി. ഈ ഒരു ബൈബിളിന്റെ വെയിറ്റ് 15 കിലോയിൽ പുറത്തുണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി ഹെവി. ഇതൊരു 5 കിലോയോളം ഉണ്ട്. നിങ്ങൾ നോക്കി ഈ ബൈബിള് നോക്കി, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അമ്മാമ ഇത് എഴുതിയത്. സത്യം പറഞ്ഞാൽ ആ ഡെഡിക്കേഷന് ഹാറ്റ്സ് ഓഫ്. ഞാൻ അമ്മാമയെ പരിചയപ്പെടുത്താൻ. നിങ്ങൾ നോക്കി, എത്രത്തോളം ക്ഷമയും ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇപ്രകാരം എഴുതാനായിട്ട് പറ്റുള്ളൂ. സത്യം പറഞ്ഞ ഈ 2 ബൈബിളും ഇവിടെ ഒന്നും ഇരിക്കേണ്ടതല്ല, ടു ബി ഓണസ്റ്റ്. കേരളത്തിൽ ഇങ്ങനെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ബട്ട് ദിസ് ഇസ് വെരി അമേസിംഗ്. ഞാൻ അമ്മാമയെ ഒന്ന് പരിചയപ്പെടുത്താം. സുമയമ്മ ഒന്ന് വരാമോ? ഇതാണ് ഞങ്ങളുടെ സുമയമ്മ. അമ്മാമ ഇത് എഴുതാനുള്ള പ്രചോദനം എന്താണെന്ന് പറയാമോ? ഞാൻ ഷാർജയിലായിരുന്നു. 2020 ഷാർജ ന്യൂ ഇയർ അന്ന് തിരുമേനി പള്ളിയിൽ വന്നു, നിങ്ങൾക്ക് ഒരു പുതിയ വർഷത്തെ എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം ചെയ്തുകൂടെ, ഒരു വാക്കെങ്കിലും ഒരു ദിവസം വായിക്കുക എഴുതിക്കൂടെ എന്ന് ചോദിച്ചു. അതെനിക്കൊരു എന്റെ മനസ്സിൽ നിന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്കൊന്ന് എഴുതണം. ആ ജനുവരി 1-ാം തീയതി രാത്രി 12:30 മണിക്ക് നിശ്ചയിച്ചതാണ്. മാർച്ച് ആയപ്പോഴത്തേക്ക് എഴുതാൻ തുടങ്ങി. അങ്ങനെ പുതിയ നിയമം ഞാൻ 74 ദിവസം കൊണ്ട് എഴുതിയത്. അമ്മാമ ഒരു ദിവസം എത്ര ടൈം സ്പെൻഡ് ചെയ്യും ഇത് എഴുതാനായിട്ട്? ഞാൻ രാത്രി 11 മുതൽ 2:30 വരെ. അപ്പോഴാകുമ്പോൾ ഒരു നിശബ്ദ അന്തരീക്ഷത്തിനെ മനസ്സിലാക്കാനും കഴിയും. അങ്ങനെ ആ സമയത്ത് ഒരു ദിവസം പോലും 77 ദിവസത്തിന് ഗ്യാപ്പ് വരുത്തിയിട്ടില്ല. അത് ഈ പുസ്തകം എഴുതിയപ്പോഴും ബൈബിൾ ഫുൾ എഴുതിയപ്പോഴും ഒരു ദിവസം പോലും ഞാൻ ഗ്യാപ്പ് എടുത്തിട്ടില്ല. എല്ലാ ദിവസവും എഴുതായിരുന്നു. ഞങ്ങൾക്ക് വലിയ ഇൻസ്പിറേഷൻ ആകട്ടോ. കാരണം ഈ വചനം എഴുതുമ്പോൾ തന്നെ നമ്മൾ എഴുതുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പതിയുകയും ചെയ്യുമല്ലോ. അപ്പൊ ഈ 66 പുസ്തകങ്ങൾ അത് പുതിയ നിയമം 2 ആവർത്തി എഴുതി. അപ്പൊ അങ്ങനെ എഴുതുമ്പോ ഈ വചനങ്ങളൊക്കെ ഹൃദയത്തിനകത്ത് ഒത്തിരി ആഴമായിട്ട് പതിഞ്ഞിട്ടുണ്ടാവല്ലോ അല്ലേ? ഒത്തിരി കാര്യങ്ങൾ അത് ആദ്യം 2 പ്രാവശ്യം വായിച്ചതിന് ശേഷമാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ആദ്യമൊന്നും മനസ്സിലായില്ലായിരുന്നു. എഴുതിയും കൂടെ കഴിഞ്ഞപ്പോ ഒത്തിരി കാര്യങ്ങളും കൂടെ വളരെ മനസ്സിലായി. മാമേ, ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എനിക്ക് സാബുച്ചാൻ ഒത്തിരി പ്രചോദനമായിരുന്നു അല്ലേ ഇത് പൂർത്തീകരിക്കാനായിട്ട്? ഇതിന്റെ എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും സാബുച്ചാന്റെ അല്ലേ? നിങ്ങൾ ഇതിന്റെ ആ ഒരു ഘനം ഒന്ന് നോക്കി. എനിക്ക് ഒത്തിരി നേരം എടുത്തോണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് പൂർത്തീകരിച്ച ആളാണ് എന്റെ കൂടെ നിൽക്കുന്നത്. മാമേ, ഹാറ്റ്സ് ഓഫ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് യുവജനങ്ങൾക്കൊക്കെ ഒത്തിരി പ്രചോദനം കേട്ടോ. കാരണം മൊബൈൽ ഫോണിലൂടെയൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനൊരു 2020 കോവിഡ് നിന്ന സമയമായിരുന്നു. അപ്പോഴും വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കുമല്ലായിരുന്നു. കാരണം ഇങ്ങനൊരു ചിന്ത പോലും പലരുടെ ഹൃദയത്തിൽ വരത്തില്ല. സോ യു ആർ വെരി യുണീക്ക്. ഇങ്ങനൊരു യുണീക്ക് കൺസെപ്റ്റ് ആണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇംഗ്ലീഷ് ബൈബിളും കൂടെ 66 പുസ്തകങ്ങൾ ഇംഗ്ലീഷിലൂടെ എഴുതാനായിട്ട് അമ്മമ്മ പോവുകയാണ്. സോ ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായിട്ടും ഇത് ഒത്തിരി പേർക്ക് അനുഗ്രഹമാകട്ടെ, പ്രചോദനമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അമ്മാമ്മയും അച്ഛനെയും കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്.